ക്യാമറയ്ക്ക് എന്തോ പറ്റിച്ചിട്ട് ഞാൻ കൊറോണയായിട്ട് ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ക്യാമറയുടെ കുഴപ്പമില്ല, കാലാവസ്ഥയുടെ കുഴപ്പമാണ്. കണ്ണടിച്ച് പോയി എനിക്ക് തോന്നുന്നത് ഇങ്ങനെ മങ്ങിയിരിക്കണത് കാരണം ഞാൻ വെച്ച് ക്യാമറയുടെ എന്തോ പ്രശ്നമാണ് എന്നുള്ളത്. കിളി ഒന്ന് പോയി, പക്ഷെ പോയത് തിരിച്ചു വന്നു, കാരണം ക്യാമറയുടെ കുഴപ്പമല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഐ ഹാവ് എ വെരി കുഞ്ഞ് ഷിഫ്റ്റ്. വെരി കുഞ്ഞ്. അവരെന്തിനാണോ എന്നെ വിളിച്ചത്, എന്തോ പേരിന് വേണ്ടിയിട്ട് വിളിച്ച പോലെ തോന്നി. 3.5 hours എന്നോട് പറഞ്ഞു ഓഫീസിൽ വന്നിരിക്കാൻ. സോ ഇപ്പം ഞാൻ ആദ്യം ഐ എം ഹെഡിങ് ദെയർ. അത് കഴിഞ്ഞിട്ട് വി ആർ ഗോയിങ് ടു ക്രിസ്മസ് മാർക്കറ്റ്. അവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഐ വിൽ ഷോ യു ഓൾ വാട്ട് ഈസ് എ ക്രിസ്മസ് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു 13ാമത്തെ അല്ലെങ്കിൽ 14ാമത്തെ സെഞ്ചുറി തൊട്ടിട്ട് തുടങ്ങിയിട്ടുള്ളൊരു സിസ്റ്റമാണ്. ആദ്യകാലത്തൊക്കെ വിൻ്റർ മാർക്കറ്റ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഭാവഭേദം വന്ന് രൂപമാറ്റം വന്നിട്ടൊക്കെ പരിണാമം സംഭവിച്ചിട്ടാണ് ഇപ്പോഴത്തെ സ്റ്റേജിലുള്ള ക്രിസ്മസ് മാർക്കറ്റ്സ് ആയിട്ടുള്ളത്. പണ്ടത്തെ കാലത്തൊക്കെ അവിടെ കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻ്ററിലേക്കുള്ള സപ്ലിമെൻറ്റ്സ്, ഫുഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതേപോലെ ക്രാഫ്റ്റ്, ഡെക്കറേഷൻസ്, പിന്നെ പല പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുടെ ക്രാഫ്റ്റ് വർക്കുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വിൻ്റർ മാർക്കറ്റ്സിൽ പൊതുവായിട്ട് പണ്ട് കണ്ടുവന്നിരുന്നത്. ഇപ്പോഴും അതുപോലെയൊക്കെ തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടെയൊക്കെ മോഡേൺ ഇതായിട്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പൂരത്തിനും ഉത്സവത്തിനൊക്കെ ഇങ്ങനെ ഓരോ കുട്ടികൾക്കുള്ള ഓരോ സാധനങ്ങളൊക്കെ വരില്ലേ, റൈഡ് വരില്ലേ, അങ്ങനത്തെ ഒക്കെ ഓരോ സാധനങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചും കൂടി മോഡേണൈസ്ഡ് ആക്കിയിട്ടുണ്ട്. അതാണ് വിൻ്റർ മാർക്കറ്റ് എന്ന് പറയുന്ന സാധനം. പിന്നെ ഇപ്പം ഞാനുള്ള കൺട്രിയിൽ അറൗണ്ട് എനിക്ക് തോന്നുന്നു ഈ രാജ്യത്ത് മൊത്തത്തിലൊരു 2,500 ഓളം, ഐ ഡോണ്ട് നോ ദ എക്സാക്ട് നമ്പർ, പക്ഷെ നല്ലൊരു 2,500ഓളം ക്രിസ്മസ് മാർക്കറ്റ്സ് മൊത്തത്തിൽ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇവരുടേതായിട്ടുള്ള കുറച്ച് കൾച്ചറൽ സാധനങ്ങളും വിൻ്റർ സർവൈവലിന് വേണ്ടിയിട്ട് ഇവർ ഇപ്പോൾ ഫുഡ് ഗ്യാദർ ചെയ്യാനാണെങ്കിൽ അവരുടെ ഡ്രസ്സുകൾ ഗ്യാദർ ചെയ്യാൻ, അതുപോലെ ഇങ്ങനത്തെ കുറച്ച് വിൻ്റർ എന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു മൂടി സംഭവമാണല്ലോ. അപ്പോൾ അതിൽ കുറച്ചൊരു സ്പാർക്ക് ഓഫ് ലൈറ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ സ്റ്റാർട്ട് ചെയ്തൊരു സംഭവം. അത് കാണാൻ വേണ്ടിയിട്ട് മാത്രം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പം നമ്മളിന്ന് വളരെ കുഞ്ഞ ഒരു ക്രിസ്മസ് മാർക്കറ്റിലാവണം. ഇറ്റ്സ് നോട്ട് എ വെരി ബിഗ് ഡീൽ. ബാക്കി എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ബാക്കി ക്രിസ്മസ് മാർക്കറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ദിസ് ഇസ് എ വെരി കുഞ്ഞ് ക്രിസ്മസ് മാർക്കറ്റ്. ബട്ട് ഐ വിൽ ഷോ യു. നിങ്ങൾ ചിലപ്പോൾ കുറേ വീഡിയോസിലൊക്കെ ഭയങ്കര പോഷ് ക്രിസ്മസ് മാർക്കറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് എന്നെ കൊണ്ട് പറ്റണ അത്രയും ഭംഗിയായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അത് എത്തിക്കാം. പക്ഷെ ഇതിനൊക്കെ മുന്നേ ആദ്യം എനിക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, പണിക്ക് പോകണം. അപ്പോൾ പണിക്ക് പോയി വന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഐ വിൽ ഷോ യു. ഞാൻ ഓഫീസിൽ ചെന്നിട്ട് ഒരു കാപ്പിയൊക്കെ കുടിച്ച് 2 മെയിൽ ചെക്ക് ചെയ്ത് 10 മിനിറ്റ് നേരം ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ട് കൊളീഗ്സിൻ്റെ അടുത്ത് 2 കുശലം പറയുമ്പോഴേക്കും എൻ്റെ 3 മണിക്കൂർ ഇതാ പോയിട്ടാ. പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളൊക്കെയാണ് കേട്ടത്. ഇത് നോക്കിയേ, കുറേ കുട്ടികളും വലിയവരും ഒക്കെ സ്നോ സ്കേറ്റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറേ എണ്ണം നടുമുത്തി വീണിട്ട് വീണ്ടും നീച്ച് ഓടണമുണ്ട്. ഈ കടക്കാരൻ പറഞ്ഞത് ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആൻഡ് ഇമ്പോർട്ടഡ് ഫ്രം ഫിൻലൻഡ് ആണെന്ന് കേട്ടോ. ഇതൊക്കെ കൂടിയിട്ട് ഒന്നിച്ച് കണ്ടിട്ട് എനിക്ക് വെപ്രാളാണോ സന്തോഷമാണോ എന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. എനിക്ക് ഈ ലൈറ്റ് ഇട്ട സാധനങ്ങളൊക്കെ ഇതുപോലെ തന്നെ എടുത്തിട്ട് എൻ്റെ റൂമിൽ കൊണ്ടുവയ്ക്കണം എന്നാട്ടാ തോന്നുന്നത്. ഈ 10 മീറ്ററുള്ള മരമൊക്കെ എൻ്റെ റൂമിൽ എങ്ങനെയും കുത്തിക്കയറ്റാൻ പറ്റണോ. നല്ല തിരക്കുണ്ട് ഇവിടെ. പക്ഷെ എനിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി ഹലോ ഗായ്സ് എന്ന് പറഞ്ഞു പോകാൻ ചമ്മല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓട്ടിപ്പോയിക്കൊണ്ടിരിക്കുക. കുറേയൊക്കെ കാഴ്ചകളൊക്കെ നമ്മുടെ പൂരപ്പറമ്പിൽ കാണുന്ന കാഴ്ചകൾക്ക് വളരെ സിമിലർ ആണ് കേട്ടോ. പിന്നെ ഈ ടെൻറ്റ് പോലെ കാണുന്നതൊക്കെ എളുപ്പത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഓപ്പൺ ബാറുകളും റെസ്റ്റോറൻറ്റുകളും ആകുന്നു. ഇതിൻ്റെ ഒക്കെ അകത്ത് ആളുകൾക്ക് തീ കായാനും പുകവലിക്കാനും ഒക്കെ ഉള്ള സെറ്റപ്പ് ഉണ്ടേ. പക്ഷെ അതിൻ്റെ അകത്തുള്ള ആളുകളുടെയൊക്കെ പ്രൈവസി മാനിച്ചിട്ട് ഞാൻ ക്ലോസപ്പിലൊന്നും ഷൂട്ട് ചെയ്ത് കാണിക്കണില്ല കേട്ടാ. സംഭവം പറഞ്ഞു വരുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഉത്സവപ്പറമ്പൊക്കെ പോലെ തന്നെയാണ്. പക്ഷേ നമ്മുടെ നാട്ടുകാരുടെ പകരം മദാമ്മകളും സായിപ്പന്മാരും ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. കണ്ട ആകെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഉത്സവപ്പറമ്പിലൊക്കെ തൂക്കിയിട്ടിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവില്ലേ, എന്താ ഇതിന് പറയുക, പാവകളൊക്കെ, അതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതന്നെ കുറേ സംഭവങ്ങൾ. മെയിൻ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ
നമ്മുടെ നാട്ടിൽ സോഷ്യൽ ഡ്രിങ്കിങ് അല്ലാത്തത് കൊണ്ട് അങ്ങനെ പബ്ലിക്കായിട്ട് ഡ്രിങ്കിങ് ഇല്ലല്ലോ. ഇവിടെ പക്ഷേ എല്ലാവരും പബ്ലിക്കായിട്ടാണ് ഡ്രിങ്കിങ്. കുട്ടികളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് വന്നിട്ടാണ് വൈന്. ഇവിടെ ഒരു പ്രത്യേക തരം ഒരു വൈനുണ്ട്, ഒരു സ്പൈസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് ചൂടുള്ള ഒരു ചൂടാക്കണ വൈൻ. നമ്മുടെ നാട്ടിൽ വൈൻ എന്താ പറയുക, ഫെർമെൻറ്റ് ചെയ്തിട്ട് അങ്ങനെ കൺസ്യൂം ചെയ്യല്ലേ ചെയ്യുക. ഇവരുടെ ഈ വൈൻ, ബ്ലൂ വൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് ബോയിൽ ചെയ്തിട്ട് കഴിക്കുന്നതാണ്. അതിങ്ങനെ ഒരു ഗ്ലാസ് ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഒരു മഗ്ഗിൽ ഇങ്ങനെ വാങ്ങിയിട്ട് അതിങ്ങനെ കുടിച്ചുകൊണ്ട് മാർക്കറ്റ് മൊത്തം ഇങ്ങനെ നടക്കുക. അതാണ് ഇവരുടെ ഒരു വിനോദം. അപ്പോൾ അങ്ങനെ ചെയ്യണ കുറേ ആൾക്കാർ, പിന്നെ ഫുഡ് കഴിക്കണ കുറേ ആൾക്കാർ, അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ എന്തായാലും ഞാൻ തിരിച്ച് വീട്ടിലോട്ട് നടക്കാണ്. എനിക്ക് സ്വയം എന്താ തോന്നണമെന്നറിയോ, എന്താ പറയുക, അങ്കിളുമാരൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ ഷൂട്ട് ചെയ്യില്ലേ, പറമ്പിക്കൂടെ പറമ്പിക്കൂടെ ഒക്കെ നടന്നിട്ട്. എനിക്ക് ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് അതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുക. അങ്ങനെ എനിക്ക് ഭയങ്കര പ്രായമായിട്ട് ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം പോലെ തോന്നുക. അത് ഈ മോശമെന്നല്ല പറയണ്, എനിക്കത് കുഴപ്പമൊന്നുമില്ല, മോശമെന്നല്ല പറയണത്. പക്ഷേ എനിക്കൊരു ജാള്യത കലർന്ന ഒരു ചമ്മൽ, അതാണ് സംഭവം. അപ്പോൾ ഇവിടെ എന്തായാലും ക്രിസ്മസ് ഇതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിറയെ മനുഷ്യന്മാരായത് കാരണം എനിക്കിങ്ങനെ സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇതാ കാണുന്നതാണ് ഒരു വൺ ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് വിൻ്റർ മാർക്കറ്റ് അല്ലെങ്കിൽ ക്രിസ്മസ് മാർക്കറ്റ്. ഒക്കെ കഴിഞ്ഞ് ഞാൻ വീടെത്തി. ഇത് എപ്പോൾ കിട്ടിയ സ്വഭാവമാണെന്നുള്ളത് കൃത്യമായിട്ട് അങ്ങോട്ട് ബോധ്യമില്ല. പക്ഷേ ഒരു ബാറ്ററി ഉണ്ട്, ആ അളവിൽ കൂടുതൽ എന്നുവെച്ചാൽ ഒരു പരിധിയിൽ കൂടുതൽ മനുഷ്യന്മാരനെ കാണുക, ഒരു പരിധിയിൽ കൂടുതൽ ബഹളങ്ങൾ കേൾക്കുക, ഒരു പരിധിയിൽ കൂടുതൽ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഒരു കൂട്ടത്തിൽ നിൽക്കുക, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വല്ലാത്തൊരു ഒരു ഡ്രെയിനാണ്. ആ ബാറ്ററി അങ്ങോട്ട് പോകും. അപ്പോൾ അതുപോലെ കുറേ നേരം പുറത്ത് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ വെറുതെ പറയണതല്ല, ഈ ജാളിത കലർന്ന ചമ്മൽ എന്ന് പറയുന്ന സാധനം ഈസ് വെരി സത്യം. അതെനിക്ക് മറക്കാൻ പറ്റണില്ല. ഞാൻ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഇത്ര നേരം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ബാറ്ററി പോയി. പറന്നിട്ടാണ് ഞാൻ വന്നത് വീട്ടിലേക്ക്. അപ്പം എന്തായാലും വീടെത്തി. ഇനി ഞാൻ സ്വസ്ഥമായിട്ട് കുറച്ച് നേരം ഒറ്റയ്ക്കിരിക്കട്ടെ. ഇത്ര നേരം ഒറ്റയ്ക്കായിരുന്നു, ഇനി കുറച്ചും കൂടെ ഒറ്റയ്ക്കിരിക്കട്ടെ. ഇത്ര നേരം ചുറ്റോറും മനുഷ്യന്മാരും ബഹളവും ആകൊരു അങ്ങനെയായിരുന്നു. അപ്പം പിന്നെ എന്തായാലും വെറുതെ ഇരിക്കട്ടെ. ഞാനൊരു നല്ല കാപ്പി ഉണ്ടാക്കി, കാപ്പി ഇങ്ങനെ കുടിച്ചിട്ട് എന്തെങ്കിലും സിനിമയൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട് കിടന്നുറങ്ങട്ടെ. കാരണം നാളെ എനിക്ക് ഒരു നീണ്ടൊരു ഷിഫ്റ്റ് ഉണ്ട്. ഐ ഹാവ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കിടന്ന് ഉറങ്ങട്ടെ. ഈ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ കാര്യമില്ലേ, ഞാൻ അറിഞ്ഞ സോഴ്സിൽ നിന്നാണ് കേട്ടോ പറഞ്ഞത്. എൻ്റെ അറിവിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്താനില്ല, തിരുത്തൊന്നും വേണ്ട, ഉള്ളത് തന്നെ പറഞ്ഞിട്ടുള്ളൂ, ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല. ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്തോ. സംഭവം നമ്മുടെ ആഴ്ചച്ചന്ത ഒക്കെ പോലത്തെ സംഭവങ്ങളില്ലേ, അതിൻ്റെ ഒരു യൂറോപ്യൻ വെർഷൻ. പക്ഷേ ഓൺലി ഹാപ്പൻസ് ഇൻ വിൻ്റർ എന്നുള്ള രീതിയിൽ. വിൻ്ററിലാണത് കാര്യമായിട്ട് തുടങ്ങിയത്. പിന്നെ അത് പരിണാമം സംഭവിച്ച് ദിസ് ബിക്കെയിം എ ക്രിസ്മസ് മാർക്കറ്റ്. ഇപ്പം ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഇവരുടെ സ്പെഷ്യൽ ഫുഡും സ്പെഷ്യൽ വൈനും സ്പെഷ്യൽ കലാപരിപാടികളും ഒക്കെ കാണാൻ പറ്റും. അതന്നെ ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ക്രിസ്മസ് മാർക്കറ്റ്. പിന്നെ ഓരോരോ സിറ്റീസിൻ്റെ ഒരു പാങ്ങനുസരിച്ച് അവരെന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ നല്ലതാക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള രീതിയിൽ കാണിച്ചിട്ട് ചിലർ വലുതായിട്ട് ചെയ്യും, ചിലർ കുഞ്ഞതായിട്ട് ചെയ്യും. ഇപ്പം ഞാൻ നിൽക്കുന്ന സിറ്റി ഈസ് എ വെരി കുഞ്ഞ് സിറ്റി. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞ് ക്രിസ്മസ് മാർക്കറ്റ്. ആൻഡ് ഐ കൈൻഡ് ഓഫ് ലൈക്ക് ഇറ്റ്. ബിക്കോസ് ഈ പറഞ്ഞ പോലെ വലിയ ക്രിസ്മസ് മാർക്കറ്റ് പോയി തോന്നെ ആൾക്കാരെ കണ്ടിട്ട് ഞാനെന്ത് ചെയ്യാനാ? ഇപ്പം തന്നെ എനിക്ക് ആകെ തലകറക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയൊക്കെ തന്നെയുള്ളൂ. വീണ്ടും അടുത്തൊരു കുഞ്ഞു വിശേഷമായിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.